നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ശ്രീരാമജയത്തെക്കുറിച്ചാണ്. അതായത് ഇപ്പോൾ രാമായണ മാസമൊക്കെ ആരംഭിച്ചത് കൊണ്ട് തന്നെ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കമൻസ് ആയിട്ടും ചോദ്യങ്ങൾ വരുന്നുണ്ട്, അല്ലാതെയും ചോദിക്കുന്നുണ്ട്. ശ്രീരാമജയം എഴുതിയിട്ട് ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്നത് എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് അതേക്കുറിച്ച് തന്നെ പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ശ്രീരാമജയം എഴുതുന്നതിനെ കുറിച്ചിട്ട് അത് എഴുതിയിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കും, അതേപോലെ തന്നെ മാല കെട്ടിയിട്ടും സമർപ്പിക്കാനായിട്ട് സാധിക്കും. ഇത് എങ്ങനെയാണോ ഭക്തർ പ്രാർത്ഥിക്കുന്നത് അതേപോലെ സമർപ്പിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ശ്രീരാമജയം എഴുതുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ശ്രീരാമജയം എഴുതുന്നത്? അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രീരാമജയം എഴുതുക. അതിലൂടെ ശ്രീരാമന്റെ അനുഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ട്. അത് കൂടുതലായിട്ടും മിക്കവരും എഴുതുന്നത് കാര്യസാധ്യത്തിനായിട്ട്, ഇത് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. ഇപ്പൊ നാരായണനാമം നമ്മൾ എഴുതി സമർപ്പിക്കാറുണ്ടല്ലോ, അത് നമ്മുടെ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സമർപ്പണമാണ്, ഭഗവാനുള്ള ഒരു സമർപ്പണമാണ് ഭഗവാന്റെ നാമങ്ങൾ എഴുതിയിട്ട് സമർപ്പിക്കുക എന്നുള്ളത്. ഇപ്പൊ രാമായണ മാസം ആയതുകൊണ്ട് തന്നെ ശ്രീരാമജയം എഴുതുന്നതിലൂടെയും ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. കാര്യസാധ്യം, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സഫലീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അത് നന്നായി നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഏത് ആഗ്രഹവും ഹനുമാൻ സ്വാമി സാധിപ്പിച്ചു തരും. കാരണം ഹനുമാനെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമന്റെ പാദദാസനാണ് ഹനുമാൻ സ്വാമി. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ അത്രയും വലിയ ബന്ധമാണുള്ളത്. അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമനെ അത് നടത്തി തരാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ക്ഷിപ്രപ്രസാദിയാണ്. എന്താഗ്രഹം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിലും ഹനുമാനെ അത്രയും ഭക്തിയോട് കൂടിയിട്ടാണോ, അത്രയും ആത്മസമർപ്പണത്തോട് കൂടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്, ആ ആഗ്രഹം നടന്നിരിക്കും. ഹനുമാന്റെ ഭക്തർക്ക് കൃത്യമായിട്ട് അത് അറിയുന്നുണ്ടായിരിക്കും. പിന്നെ ഹനുമാന്റെ പ്രത്യേകത ചിരഞ്ജീവിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ശ്രീരാമന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കഥകൾ പറയുന്നുണ്ട്, രാമനാമം ജപിക്കുന്നുണ്ട്, കൂടെ ഹനുമാൻ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഹനുമാന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രീരാമസ്വാമിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം നോക്കി കാണാനായിട്ടും കൂടെ അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ശ്രീരാമജയം എഴുതുന്നത് എന്നുകൂടെ നമുക്ക് പറയാം. അപ്പൊ അതിൻ്റെ ഉള്ള ശക്തി എത്രത്തോളം കൂടുതലായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്തായാലും നമുക്കത് പറയണ്ടേ. അപ്പൊ ആഗ്രഹങ്ങളുള്ളവര്, പ്രാർത്ഥനകളുള്ളവര് ഈ ഒരു രാമായണ മാസം നമുക്ക് ശ്രീരാമജയം എഴുതിയിട്ട് സമർപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതായത് പലതരത്തിൽ രാമായണ പാരായണം ചെയ്യുന്നവർ, രാമനാമം ജപിക്കുന്നവരൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ എല്ലാവരും, സാധിക്കുന്ന എല്ലാവരും ശ്രീരാമജയം കൂടെ എഴുതിക്കോളൂ. അപ്പൊ അതെങ്ങനെയാണ് എഴുതേണ്ടത്, എവിടെയാണ് സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ശ്രീരാമജയം എഴുതിയിട്ട് മാല കെട്ടേണ്ടത്, അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്നതായിരിക്കും. മുഴുവനായിട്ട് വീഡിയോ കാണാനും കൂടെ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ശ്രീരാമജയം എഴുതാനായിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ എഴുതുന്നതിന് മുൻപായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് എഴുതാം. സാധാരണ ഇപ്പോൾ പൂജാമുറിയിൽ ഇരുന്നിട്ട് എഴുതുന്നവരുണ്ടായിരിക്കും, ക്ഷേത്രത്തിൽ പോയിരുന്നിട്ട് എഴുതുന്നവരുണ്ടായിരിക്കും, ഇപ്പോൾ ഹാളിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ ഒക്കെ ഇരുന്നിട്ട് എഴുതുന്നവരുണ്ടായിരിക്കും. എവിടെ ഇരുന്ന് എഴുതുകയാണെങ്കിലും ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് വേണം എഴുതാനായിട്ട്. എപ്പോഴും സങ്കല്പത്തിന് അതിന് വലിയ ശക്തി ഉണ്ടെന്നല്ലേ പറയാ. അപ്പോൾ ഭഗവാൻ നമ്മുടെ തൊട്ടടുത്തുണ്ട്, നമ്മൾ എഴുതുന്നത് ഹനുമാൻ സ്വാമി കാണുന്നുണ്ട് എന്നുള്ള സങ്കല്പത്തോടെ എഴുതി നോക്കൂ. അപ്പൊ അവരുടെ സാന്നിധ്യം നമുക്ക് അടുത്തുണ്ടെങ്കിൽ എത്ര വലിയ ശക്തിയാണ് നമുക്ക് എഴുതാനായിട്ട് അത് പകർന്നു തരിക. അപ്പോൾ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് വേണം നമ്മൾ എഴുതുന്നത് തുടങ്ങാനായിട്ട്. അതിനു മുൻപ് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് നടത്തി തരണം എന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ ആദ്യം തന്നെ ഹനുമാന്റെ പാദങ്ങളിൽ അങ്ങോട്ട് സമർപ്പിക്കുക, പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, വേഗം തന്നെ അവിടേക്ക് എത്തേണ്ടിടത്ത് അത് എത്തിയിരിക്കും. അങ്ങനെ ഒരു ആത്മസമർപ്പണത്തോടു കൂടി വേണം എഴുതാനായിട്ട് തുടങ്ങാനായിട്ട്. അപ്പോൾ കുളിച്ച് ശുദ്ധിയോട് കൂടിയിട്ട് അത് ശുദ്ധമായിട്ടിരിക്കുന്ന സമയത്ത് വേണം എഴുതാനായിട്ട് കേട്ടോ. അതൊക്കെ കൃത്യമായിട്ട് അത്രയും നിഷ്കർഷയൊക്കെയുള്ള വ്യക്തിയാണ് നമ്മുടെ ഹനുമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹനുമാന് വേണ്ടിയിട്ട് നമുക്ക്, ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്താനായിട്ട് നമുക്ക് എഴുതി തുടങ്ങാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത്
ഒരു നോട്ട് പുസ്തകമാണ് കേട്ടോ. സാധാരണ ഒരു പുസ്തകമാണ് ഇത്. വരയില്ലാത്തതാണ്. ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് വരയുള്ളതോ വരയില്ലാത്തതോ ഒക്കെ എടുക്കാം. 100 പേജിൻ്റെയോ 200 പേജിൻ്റെയോ എടുക്കാം. ചെറുതോ വലുതോ ഒക്കെ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നീല മഷിയുള്ള പേന വേണോ, കറുപ്പ് മഷിയുള്ള പേന വേണോ, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അവരവരുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് വേണം പുസ്തകങ്ങളും. ഇപ്പോൾ ഡയറിയിൽ എഴുതുന്നവർക്ക് അങ്ങനെയും എഴുതാം കേട്ടോ. അപ്പോൾ എഴുതാനായിട്ട് വൃത്തിയുള്ള പുതിയ പുസ്തകമാണ് എടുക്കേണ്ടത്. അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് എഴുതി തുടങ്ങാം. നമ്മളിപ്പോൾ ശ്രീരാമജയം എന്ന് ഏറ്റവും മുകളിൽ എഴുതിക്കൊണ്ടാണ് തുടങ്ങിയത് കേട്ടോ. ഇനി ഈ ഒരു പേജിൽ നമുക്ക് എത്രത്തോളം ശ്രീരാമജയം എന്ന് എഴുതാനായിട്ട് സാധിക്കുമോ അത്രത്തോളം എഴുതാം. അത് ഓരോ തവണ എഴുതുമ്പോഴും ഹനുമാൻ സ്വാമിയെയും അതേപോലെ തന്നെ ശ്രീരാമസ്വാമിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം എഴുതാനായിട്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാനിൽ ആദ്യം തന്നെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വേണം എഴുതാനായിട്ട്. എന്നിട്ട് എല്ലാവരും ഭക്തിയോട് കൂടിയിട്ട് എഴുതി തുടങ്ങിക്കോളൂ കേട്ടോ. ഇത് ഓരോരുത്തരുടെ കയ്യക്ഷരത്തിനനുസരിച്ച് ഭംഗി കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം, വലുതാക്കി എഴുതാം, അതേപോലെ തന്നെ ചെറുതാക്കി എഴുതാം. ഇപ്പം എൻ്റെ കയ്യക്ഷരം ഇത്തിരി ചെറിയതായതുകൊണ്ടാണ് കുറച്ചധികമൊക്കെ ഇതിൽ നിറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. എത്രത്തോളം എഴുതുക എന്നുള്ളതാണ് പ്രധാനം. ചിലരെഴുതുമ്പോൾ ഈ ഒരു പേജിൽ തന്നെ 108 തവണ എഴുതുന്നവരുണ്ട്. അതല്ലാതെ എണ്ണാതെ എഴുതുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ 108 തവണ എഴുതേണ്ടവർക്ക് 108 തവണ എഴുതാം. അല്ലാത്തവർക്ക് അല്ലാത്ത രീതിയിൽ എത്രത്തോളം എഴുതാൻ പറ്റുമോ അത്രത്തോളം എഴുതാം. അങ്ങനെയാണ് എഴുതേണ്ടത്. അങ്ങനെ ഈ ഒരു പേജ് മുഴുവനായിട്ട് നിറയ്ക്കുക. എന്നിട്ട് അടുത്ത പേജ് എടുക്കുക, അടുത്ത പേജും മുഴുവനായിട്ട് നിറയ്ക്കുക. അപ്പോൾ ശ്രീരാമജയം എഴുതുമ്പോൾ ഒരു ദിവസം തന്നെ ഒരു പേജ് മുഴുവനായിട്ട് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് സൗകര്യത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് കുറേശ്ശെ ആയിട്ടും എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് ഒരു പുസ്തകത്തിൽ നിറയെ ശ്രീരാമജയം എഴുതുക. എന്നിട്ട് ഭഗവാന് കൊണ്ടുപോയിട്ട് സമർപ്പിക്കുക. അപ്പോൾ ഇത് എവിടെയാണ് സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പുസ്തകമാണെങ്കിൽ ഹനുമാന്റെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഹനുമാന് മുന്നിലായിട്ട് കൊണ്ടുപോയിട്ട് സമർപ്പിക്കാം. ശ്രീരാമസ്വാമിക്ക് മുൻപിലായിട്ട് ശ്രീരാമന്റെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയിട്ട് സമർപ്പിക്കാം. അത് ഓരോരുത്തരുടെയും പ്രാർത്ഥന എങ്ങനെയായിരുന്നു അങ്ങനെ വേണം സമർപ്പിക്കാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഗുരുവായൂരപ്പന് മുന്നിൽ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കാനായിട്ടാണോ ആഗ്രഹം, സമർപ്പിച്ചോളൂ. അവിടെ എല്ലാം സ്വീകരിക്കും. അത് ശ്രീരാമജയാണോ, നാരായണീയാണോ, നാരായണയാണോ, ഓം നമോ ഭഗവതേ വാസുദേവായാണോ, അങ്ങനെ ഒന്നും അദ്ദേഹത്തിന് അവിടെ കുഴപ്പമില്ല കേട്ടോ. അദ്ദേഹം എന്തും സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഗുരുവായൂരപ്പന് കൊണ്ടുവന്ന് സമർപ്പിക്കാമെന്നാണോ പ്രാർത്ഥിച്ചിരിക്കുന്നത്, കുഴപ്പമില്ല, അങ്ങനെ സമർപ്പിച്ചോളൂ. പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഹനുമാൻ സ്വാമിയുടെ നമ്മൾ പറയാറുണ്ടല്ലോ, നാലമ്പലത്തിനകത്ത് തൂണിലുള്ള ശില്പം, അവിടെ തൊട്ടടുത്തൊരു ഭണ്ഡാരമൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടുവന്നിട്ടും ശ്രീരാമജയം എഴുതിയിട്ടുള്ള പുസ്തകം സമർപ്പിക്കാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് സമർപ്പിക്കേണ്ടതായിട്ടുള്ള രീതികൾ. പിന്നെ ഇത് എഴുതിയാൽ നമുക്ക് കിട്ടുന്ന മറ്റു പല ഗുണങ്ങളുണ്ട് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് പുറമേ ആയിട്ട്. കാരണം ഭഗവാന്റെ നാമങ്ങളാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ശക്തിയായിട്ടുള്ള ഭഗവാന്റെ നാമങ്ങളാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മനസ്സ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയെന്ന് വിചാരിക്കാം. നമുക്ക് എന്താണ് ഇനി ചെയ്യാനായിട്ട് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്ന സമയം, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരു സമയം, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയം. ആ സമയത്ത് നമ്മൾ എഴുതുന്ന പുസ്തകം ഉണ്ടല്ലോ, അതിൽ തുറന്നിട്ട് 2 നാമം എഴുതുക, 2 ശ്രീരാമജയം എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പുസ്തകത്തിലെ ഒരു പേജ് മുഴുവനായിട്ട് എഴുതുന്നതോട് കൂടി തന്നെ നമ്മുടെ മനസ്സിലുള്ള ആ വിഷമങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത്രയും സമർപ്പണത്തോട് കൂടിയിട്ട് എഴുതുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ എന്ത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഉടൻ തന്നെ പുസ്തകം തുറക്കുക, 2 നാമം എഴുതുക. അങ്ങനെയാണ് പറയുക. നാമം ജപിക്കുന്നതും അല്ലെങ്കിൽ നാമം വായിക്കുന്നതും എഴുതുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു 10 തവണ വായിക്കുന്നതിന് തുല്യമാണ് 1 തവണ മനസ്സിരുത്തി എഴുതുന്നത് എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ നാമം എഴുതുന്നത് അത്രയും മഹത്വമായിട്ടുള്ള ഒരു കാര്യമാണ്, അത്രയും പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ അപ്പോൾ തന്നെ ഒരു പുസ്തകം അതിനായിട്ട് നമ്മൾ എടുത്തു വെക്കുക. ഇതിപ്പോൾ നമ്മൾ എഴുതി സമർപ്പിക്കുക എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കാം. അതല്ലാതെ നമുക്ക് നമ്മുടെ മനസ്സിലെ ഭഗവാനെ പറ്റിയിട്ട് ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്ത് എഴുതാനായിട്ടൊരു പുസ്തകം മാറ്റിവെച്ച് നോക്കൂ. ആ ബുദ്ധിമുട്ടുള്ള സമയത്ത് അതിലൊന്ന് എഴുതി നോക്കൂ. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉടനെ തന്നെ മാറുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇനി അടുത്തതായിട്ട് പറയുന്നത് ശ്രീരാമജയം എഴുതിയിട്ട് മാല കെട്ടുന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഇതും വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എളുപ്പത്തിന് പുറമെ ഞാൻ പറഞ്ഞല്ലോ, അതൊരു സമർപ്പണമാണ്.
അപ്പോൾ നമ്മൾ മാല എഴുതിയിട്ട് കെട്ടിയിട്ടുള്ള ആ ഒരു മാല ഹനുമാൻ സ്വാമിക്ക് ചാർത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് ആത്മീയപരമായിട്ടുള്ള ഒരു ഉയർച്ചയാണത്. പ്രത്യേകിച്ച് ഈ ഒരു രാമായണ മാസത്തിലാകുമ്പോൾ നമ്മുടെ ആത്മീയപരമായിട്ട്, നമ്മുടെ ശാരീരികമായിട്ടുള്ള ശുദ്ധിക്ക് പുറമെ ആത്മീയപരമായിട്ടും നമ്മളെ ശുദ്ധീകരിക്കാനുള്ള ഒരു മാസം തന്നെയാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാസം തന്നെ നമുക്കത് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ, ആത്മാവിനെയൊക്കെ നമുക്ക് ഇതിലൂടെ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാകും, നല്ല പ്രവൃത്തികൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, നന്നായി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിനുള്ള ഒരു മാർഗ്ഗമാണ് ശ്രീരാമജയം എഴുതിയിട്ട് മാല കോർത്തിട്ട് സമർപ്പിക്കുക എന്നുള്ളത്. അപ്പം അതും കൂടെ ഞാൻ ഇതിനോടൊപ്പം പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടുള്ള കടലാസ് കഷ്ണങ്ങളാണ്. ഇത് നോട്ട് പുസ്തകത്തിൻ്റെ പേജ് എടുത്തിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ A4 ഷീറ്റൊക്കെ അവൈലബിൾ ആണല്ലോ, അത് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് അതും കട്ട് ചെയ്യാം. അപ്പോൾ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മടക്കി കോർക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള കുറച്ച് കടലാസ് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്, എഴുതാനുള്ള പേനയുണ്ട്, പിന്നെ അത് കോർക്കാനായിട്ടുള്ള നൂലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ വേണ്ടൂ നമുക്കിത് മാല കെട്ടി സമർപ്പിക്കാനായിട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ കടലാസ് കഷ്ണം എടുക്കുക, അതിലെ ശ്രീരാമജയം എന്ന് എഴുതുക. ഇങ്ങനെ ഓരോ കടലാസ് കഷ്ണങ്ങൾ എടുത്തിട്ട് അതിൽ ശ്രീരാമജയം എന്ന് എഴുതുക. എന്നിട്ട് അത് മാറ്റി വെക്കുക. എന്നിട്ട് അങ്ങനെ ഒരുപാട് എണ്ണമാകുമ്പോൾ നമുക്കത് മടക്കിയിട്ട് മാല കെട്ടാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് വലിയ കടലാസ് കഷ്ണമാണ്, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ വലിയ കടലാസ് കഷ്ണമാണിത് കേട്ടോ. അപ്പോൾ ഈ കടലാസുകളിലൊക്കെ ശ്രീരാമജയം എഴുതിയിരിക്കുകയാണ്. ഇനി ഇതെല്ലാം ഭംഗിയായിട്ട് മടക്കിയിട്ട്, അപ്പോൾ മടക്കുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ എഴുതിയിട്ടുള്ള ഓരോ ശ്രീരാമജയവും എടുത്തിട്ട് നല്ല ഭംഗിയിൽ, ഞാൻ ഇങ്ങനെയാണ് മടക്കുന്നത് കേട്ടോ. അത് ഓരോരുത്തർക്കും എങ്ങനെയാണോ മടക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഏത് വലുപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ച് മടക്കാം. ഇതിങ്ങനെയാണ് മടക്കണത്. അങ്ങനെ ഓരോന്നും നമ്മൾ മടക്കിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് വേണം നമുക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് മാല കെട്ടാനായിട്ട്. ഒരേ വലിപ്പത്തിൽ തന്നെ മടക്കാനായിട്ട് കേട്ടോ. അങ്ങനെ മടക്കിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് മാല കെട്ടാനായിട്ട്. അപ്പോൾ മാല കെട്ടാനായിട്ട് നല്ല പരിചയമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അത് ഈ പലതവണ മാല കെട്ടിയിട്ട് ഇങ്ങനെ കടലാസ് കഷ്ണങ്ങളിൽ എഴുതിയിട്ട് മാല കെട്ടി സമർപ്പിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും. പലരുടെയും ആഗ്രഹങ്ങൾ അതിലൂടെ നടന്നിട്ടുള്ളവരുണ്ടായിരിക്കും. ഇതൊന്നും ഒരുപാട് പണച്ചെലവുള്ള കാര്യങ്ങളല്ല. ഭഗവാൻ നമ്മുടെ അടുത്തുനിന്ന് ആഗ്രഹിക്കുന്നത് ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുള്ള വഴിപാടുകൾ നല്ല ഉദ്ദേശിക്കുന്നത്. അത് 10 രൂപയുടെ ആണെങ്കിലും 10,000 രൂപയുടെ ആണെങ്കിലും ഭഗവാൻ ഒരുപോലെയാണ്. അപ്പോൾ ഒന്ന് അത് ആലോചിച്ച് നോക്കുക. നമ്മുടെ കുന്നിക്കുരുവിൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ കുന്നിക്കുരുവിൻ്റെ വലിപ്പം എത്ര ആണ്, എത്ര മൂല്യമുണ്ട് അതിനെ, എത്ര വില കൊടുത്തിട്ട് നമ്മളത് വാങ്ങിക്കുക. പക്ഷെ അത് ഭഗവാന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അതിന് മൂല്യം കൂടുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഭക്തിയോട് കൂടിയിട്ടുള്ള എഴുതുന്ന ഓരോ നാമങ്ങളും ഭഗവാനിലേക്ക് എത്തുമ്പോൾ അത്രയും മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യണത്. അപ്പം നല്ല ഭംഗിയിൽ ഇതിങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് മാല കെട്ടാനുള്ള നൂലെടുക്കുക. അത് പല നിറത്തിലുള്ള നൂലുകളുണ്ട്, അത് ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ചുള്ള നൂലുകൾ എടുക്കുക കേട്ടോ. പിന്നെ ഈ കടലാസുകൾ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ വെള്ള കടലാസിലാണ് കെട്ടിയിരിക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ള വർണ്ണക്കടലാസുകളിൽ കെട്ടുന്നവരുണ്ട്. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി കളർഫുൾ ആയിരിക്കും, കാണാൻ ഒന്നും കൂടെ ഭംഗി ഉണ്ടായിരിക്കും. അപ്പം നല്ല ഭക്തിയോട് കൂടിയിട്ട് ഭംഗിയോടും കൂടിയിട്ടാണ് കിട്ടുന്നതെങ്കിലോ അത് കുറച്ചും കൂടി അതിനൊരു സൗന്ദര്യം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പല നിറത്തിലുള്ള കടലാസ് കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് മാല കെട്ടുന്നവരുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ ഇത് വലിപ്പം ഓരോരുത്തരുടെ കടലാസുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും അതിന് വലിപ്പം ഉണ്ടായിരിക്കുക. അപ്പം അങ്ങനെ പല എല്ലാതും കൂടി ചേർത്തിട്ട് ഒരേ വലിപ്പത്തിൽ അത് ഭംഗിയായിട്ട് മടക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ സാധാരണ മാല കെട്ടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഇപ്പം മുല്ലപ്പൂമാലയൊക്കെ കെട്ടൂലോ, അത് പണ്ട് മുതൽ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കെട്ടുന്നത് ഇങ്ങനെയാണ്. ആ ഒരു രീതിയിലാണ് ഞാൻ മാല കെട്ടുന്നത്. അപ്പം അത് ഉണ്ടമാലയായിട്ട് കെട്ടുന്നവരുണ്ട് കേട്ടോ. നല്ല കെട്ടിക്കഴിഞ്ഞാൽ നല്ല തടിച്ചുരുണ്ടിട്ടുള്ള ഉണ്ടമാലയൊക്കെ ആയിട്ട് കെട്ടുന്നവരുണ്ട്. അപ്പോൾ നിറയെ നാമം എഴുതുന്നവരാണ്. നിറയെ നാമം എഴുതിയിട്ടുള്ള കടലാസുകൾ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഉണ്ടമാലയായിട്ട് കെട്ടാം. അല്ലെങ്കിൽ സാധാരണ മുല്ലപ്പൂമാലയൊക്കെ കെട്ടുന്നത് പോലെ ഒരു കെട്ടിട്ടിട്ട് അതിൻ്റെ ഉള്ളിലെ 2 നാമം എഴുതിയിട്ടുള്ള കടലാസുകളാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ കെട്ടാറുള്ളത്. അപ്പോൾ അതുപോലെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് ഒരെണ്ണമൊക്കെ വെച്ചിട്ടാണ് കെട്ടുന്നതെങ്കിലേ കുറച്ചും കൂടെ നീളത്തിൽ നമുക്ക് ലഭിക്കും. അപ്പം ഇങ്ങനെ ഒരു കെട്ടിടുക, എന്നിട്ട് അടുത്ത ഒരു കെട്ടും കൂടെ ഇട്ടിട്ട് അതിൽ ഈ 2 നാമം എഴുതിയ കടലാസുകൾ എടുത്തിട്ട് ഒരെണ്ണം വെക്കുക. എന്നിട്ട് ഒരെണ്ണം കൂടെ അതേപോലെ മടക്കിയിട്ട് വെക്കുക.
എന്നിട്ട് ആ കെട്ടൊന്ന് പതിയെ മുറുക്കുക. ഇതിപ്പോൾ നൂലാകുമ്പോഴേ, ഇങ്ങനത്തെ നൂലാകുമ്പോൾ കുറച്ചും കൂടെ സൗകര്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ വാഴനാരിൽ അങ്ങനെയൊക്കെ കെട്ടാനായിട്ട് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഇത് കടലാസ് ആയതുകൊണ്ട്, ഇത് പൂക്കളല്ലല്ലോ, കടലാസ് ആയതുകൊണ്ട് കുറച്ചും കൂടെ ഉറപ്പ് കിട്ടാനായിട്ട് എനിക്ക് തോന്നുന്നു നൂലായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ അത് ഇരുന്നെന്ന് വരില്ല. പിന്നെ കെട്ടി കെട്ടി പരിചയമുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കെട്ടിനുള്ളിലായിട്ട് ഞാൻ 2 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ചുകൊണ്ട് ഈ എല്ലാതും നമുക്ക് മാല കെട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ മാല കെട്ടിയിട്ട് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് എനിക്ക് ഈ കുറഞ്ഞ സമയത്തിൽ കെട്ടാനായിട്ട് സാധിച്ചത്. ഇനി ഇത് മാല കെട്ടുന്ന സമയത്തെ ചിലരെങ്ങനെയാണ് ചെയ്യാറെന്നറിയോ, 108 തവണ, അപ്പോൾ 108 തവണ നമ്മൾ നാമം ജപിക്കുക എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഒരു പേജിൽ, ഒരു വലിയ പേജിൽ 108 തവണ എഴുതിയിട്ട് ആ ഒരൊറ്റ പേജ് ഒന്നിച്ച് മടക്കിയിട്ട് ഒരു പുഷ്പം എന്നുള്ള രീതിയിൽ മാല കെട്ടുന്നവരുണ്ട്. അപ്പോൾ ഓരോ പേജിലും 108 തവണ എഴുതുകയാണെങ്കിൽ അത് മടക്കുമ്പോൾ വലിയ പൂക്കൾ പോലെയായിരിക്കും ലഭിക്കുക. വലിയ നാമജപം എഴുതിയ കടലാസ് കഷ്ണങ്ങൾ ആ മടക്കുമ്പോൾ കിട്ടുക. അപ്പോൾ വലിയ മാലയായിരിക്കും ലഭിക്കുക. അങ്ങനെ 108 തവണ എന്നുള്ള രീതിയിൽ എഴുതുന്നവരുണ്ട് കേട്ടോ. അതല്ലാതെ 108 തവണ എഴുതിയിട്ടുള്ള ചെറിയ ചെറിയ, അപ്പോൾ 1 എണ്ണം 2 എണ്ണം അങ്ങനെ 3 എണ്ണമായിട്ട് 108 എണ്ണം കൊണ്ട് മാല കെട്ടുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. ഇതിപ്പോൾ ചെറിയ മാലയാണ്. ഇങ്ങനെ ധാരാളമായിട്ട് നാമം എഴുതിയിട്ട് വലിയ വലിയ മാലകൾ കോർത്തിട്ട് അത് 1ഉം 2ഉം 7 ആയിട്ട് സമർപ്പിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന സമയത്തിനനുസരിച്ച്, പ്രാർത്ഥനകൾക്കനുസരിച്ചൊക്കെയാണ് അത് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ മാലയൊക്കെ കെട്ടിയിട്ട് ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ആത്മീയമായിട്ടുള്ള പുരോഗതിയാണ് ലക്ഷ്യം വെക്കുന്നത്. ഏറ്റവും ആദ്യം അതാണ് സംഭവിക്കുക. അതിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾ, കാരണം നമ്മുടെ ഉള്ളിൽ ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് എത്തും. അപ്പോൾ അതിലൂടെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സഫലീകരിക്കുകയാണ് ചെയ്യുക. പിന്നെ എന്ത് വിഷമമുണ്ടെങ്കിലും ഇതിലേതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഭഗവാനെ സേവിക്കാനുള്ള ഏതെങ്കിലും, പലതരത്തിൽ സേവിക്കാമല്ലോ, അതിലൊരു മാർഗ്ഗമാണ് ഈ ഒരു മാർഗ്ഗം എന്നുള്ളത്. അങ്ങനെ സേവിച്ചു കഴിഞ്ഞാൽ എന്ത് ആഗ്രഹവും നമുക്ക് സാധ്യമാകുകയും ചെയ്യും. ഏത് ബുദ്ധിമുട്ടുകളും നമുക്ക് മാറ്റിയെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ മാലയൊക്കെ കെട്ടുക, എന്നിട്ട് ഹനുമാന്റെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയിട്ട് സമർപ്പിക്കുക. നമുക്ക് ചാർത്താനായിട്ടുള്ള സൗകര്യം ഏതെങ്കിലും ക്ഷേത്രത്തിലുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ചാർത്താനായിട്ടും സാധിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാലമ്പലത്തിനകത്തുള്ള ഹനുമാൻ സ്വാമിയുടെ ശില്പത്തിലാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് സമർപ്പിക്കാനായിട്ട്, ചാർത്തി കാണാനായിട്ട് സാധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ചാർത്തുക. അതല്ലാതെ മറ്റ് ഏത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളിലും മറ്റേത് ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രങ്ങളിലും കൊണ്ടുപോയിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് മാല കെട്ടിയിട്ട് സമർപ്പിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു സംശയമായിരിക്കും, ഇങ്ങനെ എഴുതാനായിട്ട് പാടുണ്ടോ, ശ്രീരാമജയം എഴുതിയിട്ട് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്, അതും ഈ ഒരു രാമായണ മാസത്തിൽ ഏറ്റവും ആദ്യം ഓർമ്മയിൽ വരുന്ന ഒരു നാമം എഴുതുന്ന രീതിയാണ് ശ്രീരാമജയം. അപ്പോൾ എല്ലാവരും സമർപ്പിച്ചോളൂ കേട്ടോ. ഇത് എഴുതി കഴിഞ്ഞാലേ നമുക്ക് അത്രയധികം പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളാണ് ഉണ്ടാകുക. കാരണം നമുക്ക് നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും, നമ്മുടെ മനസ്സിലുള്ള വ്യാകുലതകളെ അകറ്റാനായിട്ട് സാധിക്കും. നമുക്ക് എന്തൊക്കെ നെഗറ്റീവ് എനർജീസ് നമ്മുടെ ചുറ്റിലും ഉണ്ടെങ്കിലും ഇത് എഴുതുന്നതിലൂടെ, എഴുതി ഭഗവാനെ സമർപ്പിക്കുന്നതിലൂടെ ആ ഒരു നെഗറ്റീവ് എനർജിനെയൊക്കെ മാറ്റിയിട്ട് പോസിറ്റീവ് എനർജിയെ പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിനൊരു ഉറപ്പുണ്ടായിരിക്കും. ഇതൊക്കെയല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിലൂടെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. നന്നായിട്ട് നമ്മുടെ പ്രവൃത്തികൾ, ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പലർക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമ്മളൊന്നും ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷെ നമ്മുടെ മനസ്സ് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ജോലിയിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വയ്ക്കും. ഒരു വസ്തു ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയാണ് വെച്ചതെന്നുള്ള ഓർമ്മ ഉണ്ടായിരിക്കില്ല. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിനെല്ലാം എന്താണ് ചെയ്യേണ്ടത്? ഒരു പോസിറ്റീവ് എനർജി, നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുഷ്ടതകളെയും നീക്കിയിട്ട്, അല്ലെങ്കിൽ എല്ലാ നെഗറ്റീവ്സിനെയും നീക്കിയിട്ട് ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം എളുപ്പത്തിൽ സാധ്യമാകും. അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഭഗവാന്റെ നാമങ്ങൾ എഴുതുക എന്നുള്ളത്. നാമം ജപിക്കാം, നാമം ജപിക്കുന്നത് കേൾക്കാം, ഭഗവാന്റെ കഥകൾ കേൾക്കാം, രാമായണം കേൾക്കാം, പാരായണം ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും നമുക്ക് അനുഗ്രഹം നൽകുന്ന ഒന്നാണ് നാമങ്ങൾ എഴുതുന്നത്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും എഴുതൂ എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. കുറച്ച് പേരൊക്കെ അങ്ങനെ സംശയം ചോദിച്ച സ്ഥിതിക്ക് അവർക്കത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ അങ്ങനെ ചോദിക്കുന്നത്. അത് മറ്റുള്ളവർക്കും കൂടെ പകർന്നു തരാനുള്ള ഒരു അവസരമാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് അറിയാത്തവരുണ്ടായിരിക്കും, അറിയാത്തവർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയിട്ടാണ് കേട്ടോ.
അപ്പം ഒഴിവ് സമയങ്ങളിൽ ലഭിക്കുന്ന നിരവധി പേരുണ്ട്. ഒരു 5 മിനിറ്റാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത്, 5 നാമങ്ങളാണോ ഒരു ദിവസം എഴുതാനായിട്ട് സാധിക്കുന്നത്, അതേപോലെ എഴുതിക്കോളും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം എങ്ങനെയാണ് എഴുതുന്നതെന്നും എല്ലാ കാര്യങ്ങളും. അപ്പോൾ സാധിക്കുന്ന പോലെ ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് എല്ലാവർക്കും ഭംഗിയായിട്ട് അത് നിർവഹിക്കാനും കൂടെ സാധിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.